ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പാസ്റ്റ് അറിയാവുന്നവർക്കറിയാം, ഞാൻ സിറ്റിയിൽ അങ്ങനെ ജോലിയൊന്നും ചെയ്യാറില്ല, ചുമ്മാ കറങ്ങി നടക്കത്തേ ഉള്ളൂ. വൺ ഡേ കമ്പനിക്കാരായിട്ടൊരു വാക്ക് തർക്കം ഉണ്ടായി. സിറ്റിയിൽ ഞാൻ സെഡാർ ഇറക്കുമെന്നും പറഞ്ഞ്, ഇത് ഞാൻ പറഞ്ഞിട്ട് കുറേ നാളായില്ലേ എന്നും പറഞ്ഞ് ചെറിയൊരു വഴക്ക്. സെഡാറിന് എത്ര ക്യാഷ് ആവുമെന്ന് ജസ്റ്റ് മാസ്റ്ററിനോട് ചോദിച്ചപ്പോഴേക്കും 85 M ഒക്കെ ആവും എന്നാണ് പറഞ്ഞത്. ആ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മാസമായിക്കോട്ടെ എന്നും വെച്ച് 7 ദിവസം കൊണ്ട് 85 M ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഇമ്പോസിബിൾ ആണെന്ന് അവരും. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. 7 ദിവസം കൊണ്ട് 85 മില്യൺ. ഈഗോ പ്രോബ്ലം വന്നാൽ പിന്നെ അറിയാലോ. ആദ്യം തന്നെ ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി സിറ്റിയിൽ. അത് വേറെ ഒന്നുമല്ല, ലംബർജാക്കാണ്. മൈനിങ്ങിൽ 300 രൂപ എന്ന് പറ്റിക്കുമ്പോൾ ഇവിടെ 800 രൂപയാണ് കിട്ടുക. വൺ ഡേ ഫുള്ള് വർക്ക് ചെയ്ത് എത്ര ക്യാഷ് കിട്ടുമെന്ന് അനലൈസ് ചെയ്തു. കുത്തിരുന്ന് ഡേ ഫുള്ള് വർക്ക് ചെയ്തു. കയ്യിൽ ടോട്ടലായിട്ടൊരു 10 M ഉണ്ട്. അതുകൊണ്ട് ബാക്കി 75 M പറ്റി ചിന്തിച്ചാൽ മതി. വൺ ഡേ ഫുള്ള് ഞാൻ ലംബർജാക്കിൽ നിന്ന് വർക്ക് ചെയ്ത് എനിക്കൊരു 3 M ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കമ്പനിക്കാരൻ ഇതുവെല്ലാം നടക്കുക എന്നൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ പ്രണവ് പാർക്കറാണ്. വേറെ ഒന്നുമല്ല, ഗ്യാങ്ങിലുള്ള 2 പേർ അവനെ കിഡാക്കാൻ വേണ്ടി നിൽക്കുവല്ലേ, ഞാൻ കുറച്ച് മാറിയുണ്ട് എന്നും പറഞ്ഞാൽ എന്നെ കോൾ ചെയ്തു. ഇവന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ശീലമില്ല. അപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് വരാമല്ലോ. പോരാത്തതിന് ഇവൻ ടാക്സി ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ബാക്കി പിന്നെ എന്താ ഉണ്ടാവുക ഊഹിച്ചാൽ പോരെ. ഞാൻ ലൊക്കെ അയക്കിയതാ വരുക എന്നും പറഞ്ഞ് അവരോട്ട് പോയി. ഞാൻ പോകുമ്പോഴേക്കും അവരെ പീറ്ററാണെങ്കിൽ മാറി ഒരു റോഡ് സൈഡിൽ നിൽക്കുക. വണ്ടി കയറി പീറ്റർ എന്നും പറഞ്ഞ് അവരെ കാണാനായിട്ട് പീറ്ററിനെയും കൂട്ടി അവരെ അന്വേഷിച്ചു പോയി. നോക്കുമ്പോഴത്തേക്കും അവിടെ അവന്മാരുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്മാർ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫയർ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. അവിടെ ഇട്ട് കൊന്നു 2-നെയും. പിന്നെ നേരെ പീറ്ററിനെയും കൂട്ടി ലംബർജാക്കിലോട്ട് തന്നെ തിരിച്ചു പോയി. ഞാൻ ജോബ് ചെയ്യുന്ന വണ്ടി ഇവനെ ഹെൽപ്പ് ചെയ്യാൻ ഗ്രൈൻഡിങ്ങിന് എന്നും പറഞ്ഞ് എൻ്റെ കൂടെ കൂടി. രണ്ടാമത്തെ ഡേ ഫുള്ളും അതുപോലെ തന്നെ പണിയെടുത്തു. ഡേ 2-ൽ 2 മില്യൺ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. അന്ന് രാത്രി എനിക്ക് മനസ്സിലായി ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ചാലഞ്ചാണെങ്കിൽ ഏറ്റെടുത്തും പോയി. എന്ത് ചെയ്യാനാ, ഒരു വെൽ പ്ലാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ലൈക്ക് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറ്റിയിൽ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്കൊരു ബാക്കപ്പ് വേണം. കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. പീറ്ററിനെയും നന്ദുകൂട്ടനെയും ഞാൻ എൻ്റെ ബാക്കപ്പ് ആക്കി. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുമോ, എനിക്ക് അത്രയും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ. ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണാം. സാധാരണ ബാങ്ക് എംപ്ലോയിയുടെ അക്കൗണ്ടിൽ 100 കോടിയോ. വെയിറ്റ്, ഇനിയാണ് ശരിക്കുള്ള കഥ തുടങ്ങാൻ പോണത്. ഇതിനിടയ്ക്ക് എനിക്ക് നല്ല രീതിക്ക് പേച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പീറ്റർ തൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ്യൂണിക്കേഷൻ സ്റ്റോക്ക് സെയിലിനെടുത്തു. പിന്നെ ഒരു ബിസിനസ്സിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചു. പീറ്റർ അമ്മ്യൂണിക്കേഷൻ സ്റ്റോക്ക് ഫുള്ളാക്കി 50 ബെസ്റ്റ് വാങ്ങി സെയിലടിക്കാൻ തുടങ്ങി. അവൻ്റെ തന്നെ അമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് അതിലോട്ട് സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് മൊത്തം നമുക്ക് എടുക്കാനും പറ്റും. ഈ ഒരു പ്രവൃത്തി തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മഹാ ഫുഡ് ആൻഡ് ഡ്രിങ്കിന് ഓർഡർ വരുന്നത്. 600 ഫുഡ് ആൻഡ് ഡ്രിങ്ക് സെറ്റാക്കി തരാമോ എന്നും ചോദിച്ചു. ടോട്ടൽ ക്യാഷ് 120K ആവുന്നുള്ളൂ. എന്നാലും ബൾക്കാക്കി കൊടുക്കുന്നുണ്ട്. റിസ്ക് കൂടുതലുള്ളതുകൊണ്ടും 150K ആണ് റേറ്റ് പറഞ്ഞത്. അഡ്വാൻസ് ആയിട്ട് പുള്ളി ഒരു 50K അപ്പം തന്നെ കയ്യിലും തന്നായിരുന്നു. ആൻഡ് ഫുഡ് നാളേക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. ഇനിയാണ് മാസ്റ്റർ പ്ലാൻ. ഇതിൽ നമ്മുടെ ക്യാഷ് ഡെപ്പാക്കി ഫുഡ് ബൾക്കാക്കിയ 150K പ്രൈസിൽ നമുക്ക് ലാഭം 30K മാത്രമാണ്. ഈ 30Kക്ക് വേണ്ടി വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇതിനെപ്പറ്റി ഞങ്ങൾ കുറേ നേരം ചിന്തിക്കാനൊക്കെ തുടങ്ങി. ഈ ചിന്തിക്കുന്ന ടൈമിലാണെങ്കിൽ ഞങ്ങൾ ഇലക്ട്രീഷ്യൻ ജോബും ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് ബൾക്കിനെ പറ്റി ഇവരോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് ജസ്റ്റ് ഇത് ഒഴിവാക്കി കളയാമെന്നാണ്. ബട്ട് 150K അഡീഷണൽ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ ഇവരെ കൊണ്ട് സിറ്റി മൊത്തം കറങ്ങാൻ തുടങ്ങി. വേറെ ഒന്നുമല്ല, സിറ്റിയിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റും ഒന്ന് കാണാൻ വേണ്ടിയാണ്. കാര്യം പരിചയമുള്ള ആരുടെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ കണ്ട ഒരു ഡീൽ ഉണ്ടാക്കാനാണ്. ലാസ്റ്റ് ഒരാളെ കിട്ടി, നമ്മുടെ ഡൊണാൾഡ്. അവൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് മാളിൻ്റെ ഫ്രണ്ടിലുണ്ട്. തന്നെ അവനോട് ഒരു ഡീൽ ഉറപ്പിച്ചു. ഇവിടുന്ന് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് മൊത്തം ഞങ്ങൾക്ക് തന്നെ എടുത്തു തരണമെന്ന്. പകരം ഷോപ്പ് ഫുള്ളായിട്ട് ട്രക്കർ കൊണ്ട് നിറച്ച് തരാമെന്നും പറഞ്ഞു. തന്നെ അവൻ ആ ഡീൽ ഉറപ്പിച്ചു. ഒഴിവായിട്ട് കിട്ടുന്ന ടൈമുകളിൽ പീറ്ററും നന്ദുക്കുട്ടനും സ്റ്റോക്ക് ഫുള്ളാക്കി പണി തുടങ്ങി. ആൻഡ് ഫുഡ്
ഫുള്ള് ബൾക്കാക്കി പറഞ്ഞ ടൈമിൽ തന്നെ കസ്റ്റമറിനെയും കാണാൻ പോയി. ഫുഡ് ഫുള്ള് കസ്റ്റമറിന് കൊടുത്തൊരു 100K കയ്യിൽ വാങ്ങി. കാര്യം അഡ്വാൻസ് ആയിട്ട് ഒരു 50K ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. then ഇതിന് വേണ്ടി ഷോപ്പിലോട്ട് സ്പെൻഡ് ചെയ്ത 120K മണിയും ഞങ്ങൾക്ക് ഡൊണാൾഡ് തിരിച്ചെടുത്ത് തന്നു. അങ്ങനെ ഇവിടെ ഞങ്ങൾക്കൊരു മണി ലോസും ഉണ്ടായില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നൈറ്റ് കരോക്കെ പാടാൻ പോകുന്ന വഴി ഇങ്ങോട്ടൊരു അറ്റാക്ക് വരുന്നത്. ചുമ്മാ ഞങ്ങളുടെ വണ്ടി വന്ന് പിറ്റ് ചെയ്ത് കളിക്കുന്നു. ലാസ്റ്റ് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായി. ഫൈറ്റ് സിറ്റ് ആണെങ്കിൽ ഞാൻ മാക്സിമം ഒഴിവാക്കി നടക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് ഓരോന്ന്. വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് പുറകെ പോയി രണ്ടിനെയും കൊന്നു. അന്ന് നൈറ്റ് ഞാൻ ലംബർ ജാക്കിൽ നിന്ന് പണിയെടുക്കണാണ്ട് റോക്കി സാബു ലല്ലുവെ മതിയട ഇന്നത്തെ ക്യാഷ് അവൻ തരാമെന്നും പറഞ്ഞ് ഒരു 1 million തന്ന് എന്നെയും കൊണ്ട് കറങ്ങാൻ പോയി. ഇവിടെ വെച്ച് ഞാൻ റോക്കിയായിട്ട് വേറൊരു ഡീലുണ്ടാക്കി. ഒരു 100 പോട്ട് സീഡ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അവനതെനിക്ക് ഉണ്ടാക്കി തന്നു. ഈ സീഡ് നന്ദുക്കുട്ടിന് കൊടുത്തു. 10 സീഡിന് 30K വെച്ച് സെയിലടിക്കാൻ പറഞ്ഞു. ലംബറിൽ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ പീറ്റർ ആണെങ്കിൽ ആർമർ ബിസിനസിന്റെ കൂട്ടാണ്ട് ഒരു 3 million എനിക്ക് തന്നു. ആൻഡ് ഇതിനിടയിൽ ഒരു 300K ഡയറ്റി ക്യാഷ് യാഗമേ ചുമ്മാ എനിക്ക് ഇട്ട് തരുന്നുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് നന്ദുക്കുട്ടിന് കൈമാറി. ആൻഡ് 200K ഡയറ്റി ക്യാഷ് വൈറ്റ് ആക്കി നന്ദുക്കുട്ടൻ എനിക്ക് തന്നു. 100K ഡയറ്റി ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. മാസ്റ്ററിന്റെ പ്ലാൻ പോലെ ഊസി കണ്ണ് വാങ്ങി അത് ബ്ലാക്ക് വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. 100K ഡയറ്റി ക്യാഷ് ബ്ലാക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഊസി കണ്ണ് വാങ്ങിച്ച് അത് ബൾക്കാക്കി സെയിലടിച്ച് 200K വൈറ്റ് ആക്കി അത് മാറ്റി. ദെൻ നാളത്തേക്ക് ചെയ്യാനുള്ള ബിസിനസ് ഐഡിയ ഞാൻ നന്ദുവിന് പറഞ്ഞു കൊടുത്തു. ആദ്യം 5 BMX സൈക്കിൾ വാങ്ങാൻ പറഞ്ഞു. ദെൻ മെക്കി പോയി മാസ്റ്റർ ഷിഫുവിനെ കാണാൻ പറഞ്ഞു. ബാക്കി അത് ചെയ്തിട്ട് പറയാമെന്ന്. ഈ ടൈം ഞാൻ മാസ്റ്ററിനെ വിളിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒന്നുമില്ലടാ, നന്ദുക്കുട്ടൻ കൊണ്ടുവരുന്ന സൈക്കിളിൽ മൊത്തം വീസ്റ്റാഷ് വെച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോഴത്തേക്കും ആ സമയത്ത് മാസ്റ്റർ മെക്കാനിക് ആയതുകൊണ്ട് മാസ്റ്റർ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുത്തു. നന്ദുക്കുട്ടൻ പെർമനന്റ് VIP ആണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ജസ്റ്റ് VIP പോയിട്ട് കുറച്ച് ഗൺസ് ഒക്കെ എടുത്ത് സൈക്കിളിൽ ബൾക്കാക്കാൻ പറഞ്ഞു. ഈ ഒരു ടൈമിലൊക്കെയാണ് പാനൊക്കെ അഡ്മിൻസ് IG കൊണ്ടുവരുന്നത്. ഈ പാനിനൊക്കെ നല്ല വാല്യൂ ഉള്ളതുകൊണ്ട് ബൾക്കായിട്ടുള്ള ഈ സൈക്കിൾസൊക്കെ 50Kക്ക് ഞങ്ങൾക്ക് സെയിലടിക്കാൻ പറ്റി. ഒരു സൈക്കിളിന് 50K വെച്ച് ഞങ്ങൾ അങ്ങനെ വിൽക്കാൻ തുടങ്ങി. ഈ ടൈമിലാണ് സുലു IG നിന്ന് ഇറങ്ങുന്നത്. ലൈക്ക് ഓസ് ഇഷ്യൂസ് ഉണ്ട് ജോബിൻ്റെ. അതുകൊണ്ട് ഇനി IG കുറച്ച് നാളത്തേക്ക് കാണത്തില്ല എന്നുള്ളതുകൊണ്ട് ഫ്രണ്ട്സിന് എല്ലാവർക്കും 2 million കൊടുക്കണുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 million എനിക്കും കിട്ടി. ഇത് കഴിയുമ്പോഴാണ് ഫുഡ് ബൾക്ക് ചെയ്യുന്ന പോലെ തന്നെ മെഡിക്കിറ്റ് ബൾക്കാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇന്നോവേഷൻ പീറ്റർ എന്നോട് വന്ന് പറയണത്. ഒരു ഫാർമസി നമ്മുടെ നന്ദുക്കുട്ടൻ്റെ ഉണ്ട്. കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല. 3 പേരും ട്രക്കറും വെച്ച് ഷോപ്പ് ബൾക്കാക്കാൻ തുടങ്ങി. then ഒരു 150 മെഡിക്കിറ്റും സെറ്റാക്കി. വനിയാരത്തൂരിന് ബൾക്ക് മെഡിക്കിറ്റ് ആവശ്യമുള്ളതുകൊണ്ട് അവനിത് സെയിലാക്കി. 30K മാത്രമേ ഇവിടെ ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ 20K കൂട്ടി 50Kക്ക് സെയിലാക്കി. അങ്ങനെ ഷോപ്പിൽ നിന്ന് എടുത്ത 30K പ്ലസ് 50K ഇങ്ങനെ നോക്കുമ്പോഴേക്കും 80K ക്യാഷാണ് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയത്. പിന്നീട് അടുപ്പിച്ച് വന്ന ഒരു മാരേജും മിസ്സാക്കിയില്ല. അലൻചേട്ടൻ്റെ യാഗമിയുടെ ഒക്കെ മാരേജ് കയറി അങ്ങ് നിന്ന് കൊടുത്തു. ചിലവായിട്ട് 2 million ക്യാഷും കിട്ടി. വെറും സൈക്കിൾ വെച്ച് മാത്രം സെയിലടിച്ചതിൽ 12 പ്രാവശ്യമാണ് ഞങ്ങൾ അങ്ങനെ കൊടുത്തേക്കണത്. 50 × 12 = 600 ആണ്. ഇന്ന് 5ാമത്തെ ഡേ ആണ്. അതുമാത്രമല്ല ഇന്ന് രാത്രി ന്യൂ ഇയർ ആണ്. സോ വെയിറ്റ് ആക്കണം രാത്രി വരെ. എന്തിനാണെന്നല്ലേ പറയാം. ഇതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും വേണ്ടാത്ത വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ സെയിലടിച്ചാലോ എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്നൊരു BF ബൈക്കാണെങ്കിൽ ഒരുത്തനെടുത്ത് വിറ്റു. സെയിലിന് കൊടുത്താണെങ്കിൽ ഒരു EMSനായിരുന്നു. അവൻ തന്നെ പറഞ്ഞ റേറ്റാണ് 250K. എന്തുകൊണ്ടും നല്ലൊരു പ്രൈസ് ആയതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അന്ന് നൈറ്റ് ന്യൂ ഇയർ പാർട്ടി ആയതുകൊണ്ട് അതിനും അറ്റൻഡ് ചെയ്തു. സ്ട്രെല്ലയുടെ വക അവിടെ നിന്ന് ഒരു 1 million കിട്ടിയായിരുന്നു. അങ്ങനെ അതും കിട്ടി. അത് കഴിഞ്ഞ് വയോയെ കിട്ടാക്കി ഒരു 20K ഉണ്ടാക്കി. ഇതിനെ തുടർന്ന് ഒരു 6 ഷോപ്പ് റോബും 50K ഡേർട്ടി ക്യാഷ് കൈ കിട്ടുന്നത് വഴി ഊസി കണ്ണ് ബൾക്കാക്കി വാങ്ങി അത് വൈറ്റ് ആക്കി എടുത്തു. ഇപ്പോഴാണ് നമ്മുടെ ട്രാവൽ ഏജൻസി ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ രാജാറെന്നെ കോള് വിളിക്കുന്നത്. ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്, ഓക്കെ സെറ്റായി. പുള്ളി കുറച്ച് ക്യാഷ് അങ്ങനെ എനിക്ക് ഷെയർ ഇടാന്നൊക്കെ പറഞ്ഞു. ഇതിലിപ്പോൾ ഞാനെങ്ങനെ പാർട്ട്ണറായെന്ന് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ഞാനായിരുന്നു. ജനുവരി ആയപ്പോഴേക്കും നമ്മുടെ ബംഗാളി ബാബും പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു 1 million എനിക്ക് തന്നു. പുള്ളി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ 1 million തിരിച്ചു കൊടുക്കണം. പുള്ളി തിരിച്ചു വരുന്നവരെയുള്ള ഈ 1 million കൂട്ടി ചേർത്തിട്ടുള്ള എനിക്ക് പേജൊക്കെ എനിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. എൻ്റെ BF ബൈക്ക് സെയിലിനിട്ട് അറിഞ്ഞ് നമ്മുടെ നന്ദുക്കുട്ടനാണെങ്കിൽ അവന് വേണ്ടാത്ത കുറേ വെഹിക്കിൾസ് ഉണ്ടെന്നും പറഞ്ഞ് അവന് വേണ്ടാത്ത ഒരു 6 വെഹിക്കിൾസ് എടുത്ത് വിറ്റു. അങ്ങനെ അത് മൊത്തം കൂട്ടി 4.7 million അങ്ങനെ കിട്ടി. ഇന്ന് 6ാമത്തെ ഡേ ആണ്. ഈ ഒരു ടൈമിലാണ് ഒരു ഈവൻറ്റ് ഫാഷൻ ബേസ് നടക്കുന്നത്. സോ ആ ഈവൻറ്റിൽ ഞാനും പങ്കെടുത്തു. ഡേർട്ടി ഗ്രൈൻഡിങ് ആയിരുന്നു. 150K ഫസ്റ്റ് ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രൈസ് ഉണ്ട്. അതല്ലാണ്ട് കൂടുതൽ ആരാണോ ഡേർട്ടി ഗ്രൈൻഡ് ചെയ്ത് കൊണ്ട് ലോക്കറിൽ ഇടുന്നത് അവർക്കും പ്രൈസ് ഉണ്ട്. പിന്നെ 150K ഡേർട്ടി ക്യാഷ് ഫസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. ഇതുകൊണ്ടൊന്നും ഞാൻ നിർത്താനായിട്ട് നിന്നില്ല. കൂടുതൽ ഡേർട്ടി ക്യാഷ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. പലർക്കും ഞാൻ ടാക്സ് പോലും വാങ്ങാണ്ട് എല്ലാ ഡേർട്ടി ക്യാഷും വൈറ്റ് ആക്കി കൊടുത്തു. അങ്ങനെ നന്ദുക്കുട്ടൻ്റെ കയ്യിലുള്ള എല്ലാ ഡേർട്ടി ക്യാഷും പീറ്ററിൻ്റെ കയ്യിൽ കൊടുത്തു. പീറ്ററും ഗ്രൈൻഡ് ആക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക്. പീടിക്ക് കിട്ടാതിരിക്കാനായിട്ട് നന്ദുക്കുട്ടൻ്റെ കയ്യിലും പീറ്ററിൻ്റെ കയ്യിലും ആയിരുന്നു എല്ലാ ഡേർട്ടി ക്യാഷും. അതാണ് സേഫ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പീടിയുടെ ശല്യം കാരണം ഹാർവസ്റ്റ് വരുന്ന എല്ലാവരും ടീമാക്കി ഒരു വാർ തന്നെ നടത്തി. ഇത് ബേസ് ചെയ്ത് ഫാക്ഷൻ മീറ്റിംഗും ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഹാർവസ്റ്റിലുണ്ടായിരുന്ന റൂള് തന്നെ മാറ്റി. പീടിയിലുള്ള ഹയർ റാങ്ക് ഓഫീസേഴ്സും
ഉണ്ടെങ്കിൽ മാത്രമേ ഹാർവസ്റ്റിലോട്ട് PDCന് വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു റൂൾ വരുത്തി. ഒറ്റയ്ക്കായിട്ട് ഒരു PDCനും ഇപ്പോൾ ഹാർവസ്റ്റിലോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ ഡേർട്ടി ക്യാഷ് മൊത്തമായിട്ട് പീറ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ലോക്കറിലിട്ട് അവൻ അങ്ങ് വിന്നായി. ഫസ്റ്റ് പ്രൈസ് 15 മില്യൺ ആയിരുന്നു. അത് ഞാനും പീറ്ററും ഷെയർ ഇട്ടെടുത്തു 7 മില്യൺ ആയിട്ട്. പിന്നെ എനിക്കും കിട്ടിയ പ്രൈസ് 150Kയുടെ 5 മില്യൺ. അങ്ങനെ ലംബർജാക്കിൽ 7 ദിവസം പണിയെടുത്ത് 17 മില്യണും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇലക്ട്രിക് ജോബ് ചെയ്ത് 5K വെച്ച് 67 പ്രാവശ്യം ചെയ്ത് 3,35,000 രൂപയും പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ പീറ്ററിൻ്റെ വക 3 മില്യൺ, റോക്കി സാബുവിൻ്റെ വക 1 മില്യൺ, കിഷോറിൻ്റെ വക വേറൊരു 1 മില്യൺ, അങ്ങനെ 2 മില്യൺ. പീറ്ററിൻ്റെ ആർമർ ഷോപ്പിൽ നിന്ന് 50 വെസ്റ്റ് വിറ്റ് 1.5 മില്യൺ. അങ്ങനെ ഫുഡ് ബൾക്ക് ബിസിനസ്സിൽ 900K. അങ്ങനെ പോട്ട് സൈഡ് 10 എണ്ണം 30Kക്ക് വിറ്റ് 3 ലക്ഷം കിട്ടും 100 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ. അങ്ങനെ 6 ടൈം റിപ്പീറ്റ് ചെയ്ത് 1.8 മില്യൺ ഉണ്ടാക്കി. അന്തുക്കുട്ടൻ്റെ മെഡിക്കിറ്റ് ആൻഡ് പെയിൻ കില്ലർ ബിസിനസ്സിൽ 600K, ഗൺ സെയിൽ വിത്ത് സൈക്കിൾ വീസ്റ്റാഷ് വെച്ച് കൊടുത്തിട്ട് 50K വെച്ച് വിറ്റതിൽ 12 പ്രാവശ്യം 600K. വെഹിക്കിൾസ് സെയിലാക്കി 5 മില്യൺ, ഈവൻ്റ് വിന്നിങ്ങിൽ 5 മില്യൺ, കയ്യിലുള്ള ക്യാഷ് മൊത്തം 10 മില്യൺ, പേ ചെക്ക് മൊത്തം എടുത്ത് 1.8 മില്യൺ, 300K ഡേർട്ടി ക്യാഷ് യാഗമിയുടെ വക, 6 ഷോപ്പ് റോബ് 150K, ന്യൂ ഇയർ 1 മില്യൺ, രാജയുടെ വക 5 മില്യൺ, വയലറ്റിൻ്റെ റോബ് 20K, ബംഗാളി ബാബുയുടെ 1.1 മില്യൺ, ഈവൻ്റ് വിന്നിങ് ഷെയർ 7 മില്യൺ, യാഗമിയുടെ അലൻസറിൻ്റെ ഒക്കെ മാരേജ് 2 മില്യൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ക്യാഷ് ഗ്രൈൻഡ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് മെറ്റ്സിൻ്റെ ബിസിനസ് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചെല്ലപ്പൻ സാറാണെങ്കിൽ SMS അയച്ചിട്ട് PD ആണല്ലോ, അപ്പോഴത്തേക്കും ചെല്ലപ്പനാണെന്ന് എനിക്കറിയത്തില്ല SMS അയക്കുമ്പോഴത്തേക്കും. അങ്ങനെ എൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവൻ വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ജയിലിൽ വെച്ച് ചെറിയൊരു ഡീലിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. ചെല്ലപ്പനായിട്ട് തന്നെ ഇട്ടാണ് കാര്യം, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടെന്ന്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് 1 തൊട്ട് 6 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഡൈസ് ഇടുമ്പോൾ ആ നമ്പർ വരുവാണെങ്കിൽ എന്നെ വെറുതെ വിടുന്നു. ഞാൻ റാൻഡമായിട്ട് ഒരു നമ്പർ അങ്ങോട്ട് പറഞ്ഞു, കറക്റ്റ് 1 ഡൈസ് ഇട്ടപ്പോൾ ആ നമ്പർ തന്നെ വന്നു. പിന്നെ ചെല്ലപ്പനായിട്ട് പറഞ്ഞ വാക്കൊക്കെ പാലിക്കും. കൊണ്ടുപോയ അതേപോലെ തന്നെ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ക്യാഷായിട്ട് സെഡാർ എന്താ വാങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി ആയിരുന്നു നമ്മുടെ സുലു OC ആയിട്ട്. പിന്നെ സെഡാർ അങ്ങനെ ചുമ്മാ കിട്ടുന്ന വണ്ടിയൊന്നും അല്ലല്ലോ, കുറച്ചൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയും വരും. ഈ ഒരു വെയിറ്റിങ്ങിൽ തന്നെ എനിക്ക് 100 മില്യനാണ് ഉണ്ടാക്കാൻ പറ്റിയത്, 100 മില്യൺ. ആൻഡ് ഇതാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ക്ലൈമാക്സ്.